Hi, hello everyone. So welcome to our auditing capsule series. The very first topic we are going to deal today is assertion. So let's read the definition of assertion. Assertion refers to representation by management, explicit or otherwise, that are embedded in the financial statement used by the auditor to consider different types of potential misstatement. So we all know financial statement ആരാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? ഹു ഇസ് റെസ്പോൺസിബിൾ ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്? വി ഓൾ നോ മാനേജ്മെന്റ് അല്ലെ. സോ മാനേജ്മെന്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഒരുപാട് കാര്യങ്ങൾ അവർ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ഈ അവർ റെപ്രസെന്റ് ചെയ്യുന്ന ഈ വിഷയത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അസേർഷൻ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അകത്ത് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി, എക്സ്പ്ലിസിറ്റ് ഓർ അതർവൈസ്, ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി മാനേജ്മെന്റ് ഒരുപാട് കാര്യങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അവരെന്താണോ റെപ്രസെന്റ് ചെയ്യുന്നത് അതാണ് ആസ് എൻ ഓഡിറ്റർ ഞാൻ വെരിഫൈ ചെയ്യേണ്ടത്. ഞാൻ എന്തിനാണ് സാർ അത് വെരിഫൈ ചെയ്യേണ്ടത്? അത് അവർ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും മിസ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്യണം. അവരെന്താണോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത് ആ പറഞ്ഞ കാര്യത്തിൽ പല മിസ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടോ എന്ന് ഞാൻ ആസ് എൻ ഓഡിറ്റർ ഞാൻ കൺസിഡർ ചെയ്യണം. സോ എന്താണ് അസർഷൻ? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അകത്ത് മാനേജ്മെന്റ് പറഞ്ഞിട്ടുള്ള കാര്യം അത് നേരിട്ടോ അല്ലാതെയോ പറഞ്ഞിട്ടുണ്ടാവും, എക്സ്പ്ലിസിറ്റ്ലി ഓർ അതർവൈസ്. അത് ആസ് എൻ ഓഡിറ്റർ ഞാൻ എന്തിനാണ് വെരിഫൈ ചെയ്യുന്നത്? അതിൽ വല്ല മിസ്റ്റേറ്റ്മെന്റ്സ് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി. ഒരു ഉദാഹരണം പറയാം. വിത്ത് ദിസ് എക്സാമ്പിൾ യു വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദിസ് പെർട്ടിക്കുലർ കോൺസെപ്റ്റ് കുറച്ചും കൂടി നന്നായിട്ട്. സോ ലെറ്റ്സ് സീ, നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ ഒരു ഐറ്റമാണ് എന്ത്? ബിൽഡിംഗ്. ഈ ബിൽഡിങ്ങിന്റെ വാല്യൂ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ കാണിച്ചിട്ടുള്ളത് 10 കോടി രൂപയാണ്. സോ ആസ് എൻ ഓഡിറ്റർ ഞാൻ എന്താ ചെയ്യുന്നത്? സി, ഈ 10 കോടി രൂപയുടെ ബിൽഡിംഗ് ഇവിടെ മാനേജ്മെന്റ് ഒരു റെപ്രസെന്റേഷൻ നൽകിയിരിക്കുകയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ. ബിൽഡിംഗ് ഈക്വൽ ടു 10 കോടി. അവിടെ എന്തൊക്കെ റെപ്രസെന്റേഷൻ ആണ് മാനേജ്മെന്റ് നൽകിയിട്ടുള്ളത്? അവിടെ അവർ മാനേജ്മെന്റ് നൽകുന്ന ആദ്യത്തെ റെപ്രസെന്റേഷൻ ആണ് ബാലൻസ് ഷീറ്റിൽ വരുന്ന അസർഷൻസ് വരുന്നത്. ബാലൻസ് ഷീറ്റ് അക്കൗണ്ട് ബാലൻസിൽ വേണ്ട അസർഷൻസ് ആണ് ERCV. സോ ആസ് എൻ ഓഡിറ്റർ നമ്മൾ എന്തൊക്കെയാണ് വെരിഫൈ ചെയ്തത്? മാനേജ്മെന്റ് അസർഷൻസ് ആണ് നമ്മൾ വെരിഫൈ ചെയ്തത്. അവിടെ മാനേജ്മെന്റ് നൽകിയ ഫസ്റ്റ് റെപ്രസെന്റേഷൻ എന്താണ്? അങ്ങനെ ഒരു ബിൽഡിംഗ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ മാനേജ്മെന്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ ബിൽഡിംഗ് ഈസ് ഈക്വൽ ടു 10 CR എന്ന് പറയുന്ന സമയത്ത് അവിടെ അവരുടെ ഫസ്റ്റ് റെപ്രസെന്റേഷൻ ആണ് അങ്ങനെ ഒരു ബിൽഡിംഗ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ആസ് എൻ ഓഡിറ്റർ ഞാൻ അത് വെരിഫൈ ചെയ്യും. അങ്ങനെ ഒരു ബിൽഡിംഗ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഞാൻ പോയി ഫിസിക്കലി വെരിഫൈ ചെയ്യും അങ്ങനെ ഒരു ബിൽഡിംഗ് അവിടെ ശരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ. നെക്സ്റ്റ്, റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ. മാനേജ്മെന്റ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി പറയുന്ന കാര്യങ്ങളാണല്ലോ ഈ അസർഷൻ. സോ മാനേജ്മെന്റ് അവിടെ പറയാണ് ബിൽഡിംഗ് ഈസ് ഈക്വൽ ടു 10 CR എന്ന് പറയുന്ന സമയത്ത് മാനേജ്മെന്റ് അവിടെ പറയണ ഈ ബിൽഡിംഗിന്റെ ഉടമസ്ഥാവകാശം നമ്മുടെ കമ്പനിക്ക് തന്നെയാണ്. സോ ആസ് എൻ ഓഡിറ്റർ ഞാൻ അതും വെരിഫൈ ചെയ്യണം. മാനേജ്മെന്റ് പറയണം ഈ ബിൽഡിംഗിന്റെ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ നമ്മുടെ കമ്പനിക്കാണ് എന്ന് മാനേജ്മെന്റ് റെപ്രസെന്റ് ചെയ്യണം. സോ ആസ് എൻ ഓഡിറ്റർ ഞാൻ എന്താണ് ചെക്ക് ചെയ്യുന്നത്? ആ ബിൽഡിംഗിന്റെ ശരിയായ ഉടമസ്ഥാവകാശം കമ്പനിയുടെ പേരിൽ തന്നെയാണോ അതോ മറ്റു പലരുടെയും പേരിലുള്ള ബിൽഡിംഗ് ആണോ കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ കാണിച്ചിട്ടുള്ളത്? അങ്ങനെ കാണിക്കാൻ പറ്റുമോ നമുക്ക്? വേറൊരാളുടെ പേരിലുള്ള ബിൽഡിംഗ് നമുക്ക് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ കാണിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. സോ ആസ് എൻ ഓഡിറ്റർ മാനേജ്മെന്റ് സെക്കൻഡ് റെപ്രസെന്റേഷൻ ആയിരുന്നു റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ. സോ അതും ഞാൻ വെരിഫൈ ചെയ്യും. തേർഡ് വൺ, കംപ്ലീറ്റ്നെസ്. അവിടെ തേർഡ് തിങ് മാനേജ്മെന്റ് റെപ്രസെന്റിംഗ് ഈസ് കംപ്ലീറ്റ്നെസ്. അതായത് മാനേജ്മെന്റ് കമ്പനിയുടെ കയ്യിലുള്ള കംപ്ലീറ്റ് ബിൽഡിംഗും മാനേജ്മെന്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ കാണിച്ചിട്ടുണ്ട്. ബിൽഡിംഗ് ഈസ് ഈക്വൽ ടു 10 CR എന്ന് പറയുന്ന സമയത്ത് മാനേജ്മെന്റ് തേർഡ് റെപ്രസെന്റേഷൻ ആണ് കമ്പനിയുടെ കയ്യിലുള്ള കംപ്ലീറ്റ് ബിൽഡിംഗും മാനേജ്മെന്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ കൃത്യമായിട്ടും കാണിച്ചിട്ടുണ്ട്. ആസ് എൻ ഓഡിറ്റർ ഞാൻ അതും വെരിഫൈ ചെയ്യണം. അവർ ഏതെങ്കിലും ഒരു ബിൽഡിംഗ് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ടോ, ഒമിറ്റ് ആയിട്ടുണ്ടോ? അതായത് ഫോർ എക്സാമ്പിൾ അവിടെ ഒരു 5 ബിൽഡിംഗ് ഉണ്ട്, അവർ 4 ബിൽഡിങ്ങിന്റെ എമൗണ്ട് മാത്രമാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ കാണിച്ചിട്ടുള്ളതെങ്കിൽ അവിടെ കംപ്ലീറ്റ്നെസ് ആയിട്ടില്ല, കാരണം ഒരു ബിൽഡിംഗ് അവർ മിസ് ആയി പോയിട്ടുണ്ട്. സോ ആസ് എൻ ഓഡിറ്റർ ഞാൻ കംപ്ലീറ്റ്നെസ്സും കൂടി ഞാൻ വെരിഫൈ ചെയ്യണം. നാലാമത്തത് വാല്യുവേഷൻ. മാനേജ്മെന്റ് അവിടെ നാലാമത് ഒരു റെപ്രസെന്റേഷൻ നൽകാണ് ബിൽഡിംഗ് ഈസ് ഈക്വൽ ടു 10 CR എന്ന് പറയുന്ന സമയത്ത് നാലാമതൊരു റെപ്രസെന്റേഷൻ നൽകാണ് ആ ബിൽഡിംഗിന്റെ ആക്ച്വൽ വാല്യൂ 10 കോടി തന്നെയാണ്, ഇപ്പത്തെ അതിന്റെ വാല്യൂ 10 കോടിയാണ് എന്ന് മാനേജ്മെന്റ് ഒരു റെപ്രസെന്റേഷൻ നൽകുകയാണ്. സോ ആസ് എൻ ഓഡിറ്റർ ഞാൻ അതും കൂടി എന്ത് ചെയ്യണം? വെരിഫൈ ചെയ്യണം. ചില സമയത്ത് അവർ ഓവർ വാല്യൂ ആയിട്ട് കാണിച്ചിരിക്കാം, അല്ലെങ്കിൽ അണ്ടർ വാല്യൂ ആയിട്ട് കാണിച്ചിരിക്കാം. സോ അതിന്റെ വാല്യുവേഷൻ ശരിയാണോ എന്നും ആസ് എൻ ഓഡിറ്റർ ഞാൻ വെരിഫൈ ചെയ്യണം. സോ എന്താണ് അസർഷൻ എന്ന് വെച്ചാൽ മാനേജ്മെന്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, മാനേജ്മെന്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ നേരിട്ടോ അല്ലാതെയോ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അത് ആസ് എൻ ഓഡിറ്റർ വെരിഫൈ ചെയ്യണം. എന്തിനാണ് ഞാൻ വെരിഫൈ ചെയ്യുന്നത്? അതിൽ വല്ല പൊട്ടൻഷ്യൽ മിസ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടോ എന്ന് മനസ്സിലാകുന്നത്. ഇതിപ്പോ നമ്മൾ കണ്ടത് ബാലൻസ് ഷീറ്റിലുള്ള അസർഷൻസ് ആണ്. ഇതുപോലെ തന്നെ P&L അക്കൗണ്ട് ഐറ്റംസ് വരും, ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവന്റ്സിലും ഒരു ഐറ്റം വരും. സേ ഫോർ എക്സാമ്പിൾ ഇപ്പം റെന്റ് ഈസ് ഈക്വൽ ടു 10,000 എന്ന് കാണിക്കാണ് P&L അക്കൗണ്ട്. അവിടെ എന്താണ് മാനേജ്മെന്റ് റെപ്രസെന്റ് ചെയ്യുന്നത്? അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ അവിടെ ശരിക്കും ഒക്കർ ചെയ്തിട്ടുണ്ട്. അതായത് ആസ് എൻ ഓഡിറ്റർ ഞാൻ എന്ത് വെരിഫൈ ചെയ്യണം? അങ്ങനെ ഒരു ശരിക്കും ഒരു ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടോ അതോ ഇല്ലാത്ത ഫേക്ക് ട്രാൻസാക്ഷൻ ആണോ അവർ കാണിച്ചിട്ടുള്ളത്? ആസ് എൻ ഓഡിറ്റർ ഞാൻ അത് വെരിഫൈ ചെയ്യണം. കാണിച്ചിട്ടുള്ള വാല്യൂ ആക്യുറേറ്റ് ആണ്,
ശരിക്കും 10,000 രൂപയുടെ അക്യൂറേറ്റ് എമൗണ്ട് ആണ് കാണിച്ചിട്ടുള്ളത്, എമൗണ്ട് തെറ്റ് പറ്റിയിട്ടില്ല, അതും ആസ് എൻ ഓഡിറ്റർ ഞാൻ വെരിഫൈ ചെയ്യണം. കംപ്ലീറ്റ്നെസ്, എത്ര എമൗണ്ട് ആണോ അവർ റെന്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് അത്രയും എമൗണ്ട്, ആ കംപ്ലീറ്റ് എമൗണ്ട് ഓഫ് P&L അക്കൗണ്ട് അവർ കാണിച്ചിട്ടുണ്ട് എന്ന് അവർ റെപ്രസെന്റേഷൻ നൽകുകയാണ്. സോ ആസ് എൻ ഓഡിറ്റർ അതും ഞാൻ വെരിഫൈ ചെയ്യണം. കട്ട് ഓഫ്, അവരെന്താണോ P&L അക്കൗണ്ട് കാണിച്ചിട്ടുള്ളത് അത് ഈ റെലവെന്റ് പീരീഡിലുള്ളതാണ്. നമുക്കറിയാം P&L അക്കൗണ്ട് നമ്മൾ ഒരു ഫോർ ദ ഇയർ എൻഡഡ് അല്ലെ, ഒരു വർഷത്തെ P&L അക്കൗണ്ട്, ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒരു വർഷത്തേതാണ് അല്ലെ. യെസ്, അല്ലാതെ ഒരു ദിവസത്തെ നമ്മുടെ ബാലൻസ് ഷീറ്റ് ആസ് ഓൺ എന്നൊക്കെയാണ് പറയുന്നത്, ആസ് അറ്റ് 31st മാർച്ചിന്റേതാണ്. പക്ഷെ P&L അക്കൗണ്ട് ഒരു വർഷത്തെയാണ്. സോ കട്ട് ഓഫ് എന്ന് പറയുന്ന സമയത്ത് മാനേജ്മെന്റ് അവിടെ റെപ്രസെന്റ് ചെയ്യാണ്. ഞാൻ എന്താണോ റെന്റ് ആയിട്ട് കാണിച്ചിട്ടുള്ളത് അത് ഈ പ്രോപ്പർ പീരീഡിലാണ്, കഴിഞ്ഞ വർഷത്തെയോ അടുത്ത വർഷത്തെയോ റെന്റ് ഞാൻ കാണിച്ചിട്ടില്ല, ഈ പീരീഡിലെ റെന്റ് ആണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. സോ ആസ് എൻ ഓഡിറ്റർ ഞാൻ അതും വെരിഫൈ ചെയ്യണം. ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ P&L അക്കൗണ്ടിൽ റെന്റ് ആയിട്ട് കാണിച്ചിട്ടുള്ള ആ തുക ഈ ഫിനാൻഷ്യൽ ഇയറുടെ ആണോ, കഴിഞ്ഞ ഫിനാൻഷ്യൽ റെന്റ് കയറി വന്നിട്ടുണ്ടോ, അതോ അടുത്ത ഫിനാൻഷ്യൽ റെന്റ് അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവർ എക്സ്പെൻസ് ആയിട്ട് കാണിച്ചിട്ടുണ്ടോ, ആസ് എൻ ഓഡിറ്റർ ഞാൻ അതും വെരിഫൈ ചെയ്യണം. ആൻഡ് ഫൈനലി ക്ലാസിഫിക്കേഷൻ, അവർ കാണിച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ശരിയാണ് എന്നാണ് മാനേജ്മെന്റ് റെപ്രസെന്റ് ചെയ്യുന്നത്, ആസ് എൻ ഓഡിറ്റർ ഞാൻ അതും വെരിഫൈ ചെയ്യണം. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടോപ്പിക് അസർഷൻ. സോ അസർഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്ന മാനേജ്മെന്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അകത്ത് ഡയറക്ട്ലിയോ ഇൻഡയറക്ട്ലിയോ ഒരുപാട് കാര്യങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ഈ റെപ്രസെന്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഓഡിറ്റർ വെരിഫൈ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്, അതിൽ വല്ല പൊട്ടൻഷ്യൽ മിസ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട്. സോ ദേ ആർ ദ റെപ്രസെന്റേഷൻസ് ബൈ ദ മാനേജ്മെന്റ് directly or indirectly, explicit or otherwise. എവിടെയാണ് ഉള്ളത്, embedded inside the financial statement. It should be used by the auditor to consider different types of potential misstatements. So I hope you enjoyed this video. I hope you are able to understand this particular concept assertion. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിനകത്ത് കമന്റ് ചെയ്യാവുന്നതാണ്. So see you in the next video. Thank you.